ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിശാൽ യമുനെ തട്ടിക്കൊണ്ടുപോയിട്ട് ജയപാലിൻ്റെ ആ ഒരു പഴയ ഫാം ഹൗസിലിട്ടങ്ങ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് അവൻ അവളെ ശരിക്കും അങ്ങ് തല്ലിച്ചതച്ചു. പക്ഷേ യമുനെ തിരഞ്ഞുപിടിച്ച് അവിടേക്കെത്തിയ നിവിനും കാവേരിയും വിനീതും ഗംഗയുടെ കൂടെ വിശാലിനെയും അവൻ്റെ കൂട്ടുകാരെയും ഒക്കെ നല്ലോണം അങ്ങിട്ട് പെരുമാറി അവളെ അവിടെ നിന്നും രക്ഷിച്ചു. എന്നിട്ട് അവരെയൊക്കെ കൂട്ടി നേരെ സ്നേഹതീരത്തേക്ക് വരികയാണ്. അവിടെ ജയപാലിൻ്റെ കൺമുന്നിലിട്ട് തന്നെ വിനീത് വിശാലിനെ അങ്ങ് തല്ലി പൊളിച്ചു. ഇത് കഴിഞ്ഞ് വിശാലിനെയും വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് എത്തിയ ജയപാലൻ തന്നോടൊരു വാക്ക് പോലും ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചതിന് വിശാലിനെ കണക്കിനങ്ങ് തല്ലി. പ്രവീണ അത് തടയാൻ നോക്കുന്നുണ്ട്. നേരം വെളുത്തപ്പോൾ തന്നെ വിശാൽ തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനോടും പ്രവീണയോടും തുറന്നു പറഞ്ഞു. യമുനെ കാണാനില്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ജയപാലൻ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്നു. ജയപാലൻ ഉടനെ വരാം സർ, ഇരിക്കൂ എന്ന് പറഞ്ഞ് അയാളെ സ്വീകരിച്ചു. പോലീസുകാരൻ അകത്തേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുകയായിരുന്ന വിശാൽ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ജയപാലൻ അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിയിട്ട് പറയൂ സർ എന്ന് പറയും. അന്നേരം പോലീസ് ചോദിക്കുന്നുണ്ട്, ജയപാല ആ പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ തന്ന ആ ഒരു കംപ്ലൈൻറ്റ് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഉടനെ തന്നെ ജയപാലൻ പറഞ്ഞു, ആ പെണ്ണ് തിരിച്ചു വന്നല്ലോ എന്ന്. അപ്പോൾ ഓഫീസർ ചോദിക്കുന്നുണ്ട്, എന്ത് തിരിച്ചു വന്നോ? ശരി, പക്ഷേ എവിടെ പോയി, എന്തിനു പോയി, ആരുടെ കൂടെ പോയി എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണമെന്ന് പറയും. ജയപാലൻ അപ്പം തന്നെ ഒരു കഥ അങ്ങ് കള്ളക്കഥയുണ്ടാക്കി പറഞ്ഞു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ സാറേ, എൻ്റെ മകനും ആ പെണ്ണും തമ്മിൽ ലവായിരുന്നുവെന്ന്. അതുകൊണ്ട് അവർ ഒളിച്ചോടി പോയതാണ്. ഇത് കേട്ട് അന്തം വിട്ട പ്രവീണ ജയപാലേട്ടാ എന്ന് വിളിച്ചപ്പോൾ അയാൾ അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയിട്ട് അങ്ങ് പേടിപ്പിച്ചു. ഇതൊക്കെ പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കേസ് വേണ്ട എന്നാണോ ഈ പറയുന്നത് എന്ന് പോലീസ് ഓഫീസർ ചോദിച്ചപ്പോൾ ജയപാലൻ അതേ എന്ന് മറുപടി കൊടുത്തു. പക്ഷേ ഓഫീസർ വിട്ടുകൊടുത്തില്ല. ജയപാല, അതിലൊരു പ്രശ്നമുണ്ട്. ഈ പയ്യനും ആ പെണ്ണും സ്റ്റേഷനിൽ വന്ന് മൊഴി തരണമെന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് തന്നാലും മതി. ഞങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പോയതെന്നും വീട്ടുകാർ തിരിച്ചു കൊണ്ടുവന്നതാണെന്നും പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ പ്രശ്നമുണ്ടാകില്ല എന്ന് പറയും. അതൊക്കെ എന്തിനാണ് എന്ന് ജയപാലൻ ചോദിച്ചപ്പോൾ കേസ് അവസാനിപ്പിക്കാൻ അതൊക്കെ വേണമെന്ന് തന്നെ പോലീസ് പറഞ്ഞു. പ്രവീണ അന്നേരം പറയുന്നുണ്ട്, ആ പെണ്ണ് ഇങ്ങനെ തന്നെ മൊഴി തരുമെന്ന്. പക്ഷേ ജയപാലൻ തന്ത്രപരമായി പറഞ്ഞു, എൻ്റെ മകൻ പറയും. പക്ഷേ ആ പെണ്ണും വീട്ടുകാരും എന്തു പറയുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല സാറേ. അവർക്കത് അഭിമാനത്തിൻ്റെ പ്രശ്നമേ അല്ല. അന്നേരം കേസ് ക്ലോസ് ചെയ്യാൻ പാടാണ് എന്ന് പോലീസുകാരൻ പറഞ്ഞപ്പോൾ ജയപാലൻ അടുത്ത പ്ലാൻ അങ്ങ് എടുത്തു. സാറേ, ഞാൻ പരാതി മാറ്റിയിട്ട് പുതിയൊരെണ്ണം എഴുതി തരട്ടെ എന്ന് ചോദിക്കും. എൻ്റെ മകനും അരവിന്ദൻ്റെ മകൾ യമുനയും ഇഷ്ടത്തിലായി പോയതാണ്. പക്ഷേ അവനെ ആ വീട്ടുകാർ തല്ലി ചതച്ചത് കൊണ്ട് തന്നെ അവൻ്റെ ജീവൻ ആപത്തുണ്ട് എന്ന് പരാതി നൽകിയാലോ എന്ന് ചോദിച്ചു. ആ വീട്ടിലെ ആളുകൾ എന്ന് വെച്ചാൽ ആരാണ് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ വിനീതിൻ്റെ പേരങ്ങ് എഴുതിക്കോ എന്ന് പറയാണ്. ആ വീട്ടിലെ മരുമകനാണവൻ. അവനാണ് എൻ്റെ മകനെ അടിച്ച് ഈ കോലത്തിലാക്കിയത്. ഇങ്ങനെ കൊടുത്താൽ അവൻ്റെ പേരിൽ കേസെടുത്ത് പ്രശ്നം തീർക്കാമെന്ന് ജയപാലൻ പറഞ്ഞു. അത് കേട്ട് ഓഫീസർ ചിരിച്ചുകൊണ്ട് അതങ്ങ് സമ്മതിക്കാണ്. പിന്നീട് കാണിക്കുന്നത് ശാരദയും മക്കളും രാധമ്മയും വിനീതൊക്കെ ഇങ്ങനെ ഉമ്മർത്തിരുന്ന് സംസാരിക്കുമ്പോഴാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ സർ എന്ന് വിനീത് ചോദിച്ചപ്പോൾ ഇതിലാരാണ് വിനീത് എന്ന് പോലീസ് തിരക്കി. ഞാൻ തന്നെയാണ് വിനീത് എന്ന് വിനീത് പറഞ്ഞപ്പോൾ നിന്നെ കണ്ട ഇത്ര പ്രശ്നക്കാരനാണെന്നും തോന്നുന്നില്ലല്ലോ, ഒന്ന് സ്റ്റേഷൻ വരെ വരാമോ എന്ന് ചോദിക്കും. എന്തിനാ സർ എന്ന് കാവേരി ചോദിച്ചപ്പോൾ നിന്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നും സ്റ്റേഷനിൽ കൊണ്ടുപോയേ പറ്റൂ എന്നും പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാവരും ഞെട്ടി നിൽക്കുന്ന സമയത്ത് തന്നെ ആരാണ് സർ കംപ്ലൈൻറ്റ് തന്നത് എന്ന് വിനീത് ചോദിക്കാണ്. പക്ഷേ അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോലീസ് വിനീതിൻ്റെ ഷർട്ടിനങ്ങ് കുത്തിരി പിടിച്ചു. ശാരദ അത് തടയാൻ നോക്കിയെങ്കിലും ജയപാലൻ കൊടുത്ത പരാതിയെക്കുറിച്ച് പോലീസ് എല്ലാവരോടും പറഞ്ഞു. അവൻ്റെ ജീവൻ പോകുന്ന രീതിയിലാണല്ലോ നീ അവനെ തല്ലിയത് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഗംഗ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിനീതേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജയപാലൻ്റെ മകനാണ്, ഞങ്ങളെ നല്ലോണം നാണം കെടുത്തിയതാണ്. അവനാണ് ഞങ്ങളെ നാണം കെടുത്തിയത് എന്ന് രാധമ്മയും പറഞ്ഞു. ഇവിടെ വന്ന് നല്ലവനായി അഭിനയിച്ചിട്ട് ഇപ്പോൾ പരാതി കൊടുത്തോ എന്ന് ശാരദാമ്മയും ചോദിക്കാണ്. പക്ഷേ പോലീസ് അതൊന്നും തന്നെ കേട്ടില്ല. വിനീതിനെ വെറുതെ വിടാൻ കാവേരിയും യമുനയൊക്കെ കേണപേക്ഷിച്ചിട്ട് പോലും പോലീസ് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോവാണ്. സർ, കൊണ്ടുപോവല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും ആ ജീപ്പിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ട് കരഞ്ഞു. ഈ വിവരം പറഞ്ഞ സുജാത ഓടി വന്ന് ഗംഗയെയും കാവേരിയും യമുനയൊക്കെ ഒരുപാടധികം കുറ്റപ്പെടുത്തി സംസാരിച്ചു. എൻ്റെ മകനെ പോലീസ് കൊണ്ടുപോയിട്ട് നീയൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചങ്ങ് ബഹളം വെച്ചപ്പോൾ ഞങ്ങൾ പോയി അവനെ കൊണ്ടുവരാമെന്നും പറഞ്ഞു കൊടുത്തിനെ കാവേരിയും ഗംഗയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് അവർ ഓഫീസറോട് സംസാരിച്ചുവെങ്കിലും വിശാലിനെ തല്ലിയ വിനീതിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അയാൾ കടുപ്പിച്ചു പറഞ്ഞു. ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് എത്തിയ കാവേരി നിവിനെ വിളിച്ചു വരുത്തി. രാജേശ്വരി തടയാൻ നോക്കിയെങ്കിലും അത് വകവെക്കാതെ നിവിൻ നേരെ സ്നേഹതീരത്തേക്കെത്തി.
സുജാത അവൻ്റെ മുന്നിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിനീതെ, എങ്ങനെയെങ്കിലും എൻ്റെ മകനെ രക്ഷിക്കണമെന്ന്. ശാരദ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. നിന്റെ അമ്മയെങ്ങാനും പറഞ്ഞാൽ അതാകെ പ്രശ്നമാവും, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്നൊക്കെ പറയും. പക്ഷേ കാവേരിയാണ് അവനെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ടു. നിവിൻ ഇല്ലായിരുന്നുവെങ്കിൽ യമുനയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് ഗംഗ പറഞ്ഞു. ഇത് കേട്ട സുജാത ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഇവനെയല്ലേ പോലീസ് പിടിക്കേണ്ടത്? എൻ്റെ മകനെ എന്തിനാ പിടിച്ചോണ്ട് പോയത് എന്ന് ചോദിക്കും. അന്നേരം യമുന പറയുന്നുണ്ട്, വിശാലാണ് എല്ലാ തെറ്റും ചെയ്തത് എന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ അവർ വിനീതേട്ടനെ വിടുമല്ലോ എന്ന്. പക്ഷേ ശാരദ അവളെ തടഞ്ഞു. ഉടനെ തന്നെ സുജാത പറഞ്ഞു, അതെ, നിന്റെ മക്കളെ സുരക്ഷിതാക്കി വീട്ടിലിരുത്തിക്കോ, എൻ്റെ മകൻ മാത്രം സ്റ്റേഷനിൽ പോയി തല്ല് വാങ്ങിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. വിനീതേട്ടനെ അവർ തല്ലില്ലെന്ന് കാവേരി സമാധാനിപ്പിച്ചപ്പോൾ, എന്നെ വിശ്വസിക്ക്, വിനീതിന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് നിവിനും പറഞ്ഞു. പിന്നീട് യമുന കാവേരിയോട് തനിക്ക് വിശാലിനെ പരാതി കൊടുക്കണമെന്നൊക്കെ പറയണേ. പരാതി കൊടുത്താൽ നീ സ്റ്റേഷനിലേക്ക് പോവേണ്ടി വരുമെന്ന് കാവേരി പറഞ്ഞപ്പോൾ വിനീതേട്ടന് വേണ്ടിയിട്ട് എന്ത് ചോദ്യം നേരിടാനും ഞാൻ തയ്യാറാണ് എന്ന് യമുന പറഞ്ഞു. അതുമാത്രമല്ല ചേച്ചി എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് യമുന തൻ്റെ ശരീരത്തിലെ ആ ഒരു മുറിപ്പാടുകളെല്ലാം തന്നെ കാവേരിയെ കാണിച്ചു. അത് കണ്ട് കാവേരി അങ്ങ് പൊട്ടിക്കരയാണ്. വിശാൽ തന്നെ ക്രൂരമായി ഉപദ്രവിച്ച കാര്യവും തന്നെ ചതിച്ച കാര്യവുമൊക്കെ യമുന സങ്കടത്തോടെ പറഞ്ഞു. തനിക്ക് വേണ്ടി എല്ലാവരും കരയുന്നു. വിനീതേട്ടൻ ജയിലിൽ കിടക്കുന്നു. പക്ഷേ ഇത്രയും ചെയ്ത അവൻ സന്തോഷമായിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ അവൻ പറഞ്ഞു. എനിക്ക് അവൻ്റെ പേരിൽ പരാതി കൊടുക്കണം ചേച്ചി, വെറുതെ അവനെ വിടരുത്. എനിക്ക് വേദനിച്ച പകുതിയെങ്കിലും അവനും അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞ് യമുന കരഞ്ഞപ്പോൾ കാവേരി അവളെ ചേർത്ത് പിടിച്ചു. നാളെ തന്നെ നമുക്ക് പരാതി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി. അടുത്ത ദിവസം വിനീതനെ ഇറക്കാൻ പറ്റാതെ നിവിൻ സ്റ്റേഷന്റെ പുറത്ത് നിൽക്കുമ്പോഴാണ് കാവേരിയും യമുനയും അങ്ങോട്ടേക്ക് വരുന്നത്. സത്യം തുറന്നു പറയാനാണ് ഞങ്ങൾ വന്നത് എന്ന് കാവേരി പറഞ്ഞു. വിശാലിനെതിരെ പരാതി കൊടുക്കാൻ വീട്ടുകാരെ സമ്മതിച്ചോ എന്ന് നിവിൻ ചോദിച്ചപ്പോൾ വിനീതേട്ടൻ പുറത്തു വരണമെന്നും യമുനയ്ക്ക് നീതി കിട്ടണമെന്നൊക്കെ കാവേരി പറഞ്ഞു. യമുനയും അത് സമ്മതിച്ചപ്പോൾ കാവേരി അവളുടെ കൈ പിടിച്ച് നേരെ സ്റ്റേഷനിലേക്ക് കയറി. വിനീതിൻ്റെ അടുത്തേക്കെത്തിയ യമുന, സോറി വിനീതേട്ട എന്ന് പറഞ്ഞങ്ങ് പൊട്ടിക്കരയാണ്. ഞാൻ കാരണമാണ് വിനീതേട്ടൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് അവൾ പറഞ്ഞു. വിനീത് കാവേരിയോട് ചോദിച്ചു, എന്തിനാ ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. സത്യം പറയാനാണ് വന്നത് എന്ന് കാവേരി പറഞ്ഞപ്പോൾ, വിശാലാണ് തെറ്റ് ചെയ്തത്, നമുക്കെല്ലാം പറയാമെന്നൊക്കെ യമുന പറഞ്ഞു. പക്ഷേ ജയബാലൻ വെറുതെ ഇരിക്കില്ല എന്നും അതുകൊണ്ട് യമുനയ്ക്ക് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ വിനീത് ഭയപ്പെട്ടു. നിങ്ങൾ വീട്ടിലേക്ക് പോവാൻ വിനീത് നിർബന്ധിച്ചപ്പോൾ യമുനെ അവൻ അത്രമാത്രം ഉപദ്രവിച്ചു. അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടണമെന്ന് തന്നെ കാവേരി ഉറപ്പിച്ചു പറഞ്ഞു. എന്നെ അവൻ ഒരുപാട് തല്ലി ടോർച്ചർ ചെയ്തു, എന്നിട്ടും അവൻ മാത്രം സന്തോഷമായിരിക്കുകയാണെന്ന് യമുന ചോദിച്ചപ്പോൾ നിവിനും കാവേരിയും ചേർന്ന് അവളെ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വിനീതും അവരുടെ കൂടെ തന്നെ പോയി. അവിടെ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ യമുന പോലീസുകാരനോട് വിവരിച്ചു. വിശാലിൻ്റെ കൂടെ നീ സന്തോഷത്തോടെയല്ലേ പോയത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ തന്നെ കൊണ്ടുപോയത് എന്നും പിന്നീട് റൂമിലിട്ട് പൂട്ടി ഒരുപാടധികം ഉപദ്രവിച്ചു എന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം വിശ്വസിക്കാനാവാതെ പോലീസ് ഓഫീസർക്ക് മുന്നിൽ അവൾ തൻ്റെ കയ്യിലെ മുറിപ്പാടുകളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് വിനീതും നിവിനും പോലീസുകാരെല്ലാവരും ഒരുപോലെ തന്നെ ഞെട്ടിപ്പോയി. ഇതുപോലെ അവളുടെ ശരീരത്തിൽ ഒരുപാടധികം മുറിവുണ്ട് എന്ന് കാവേരി കൂടി പറഞ്ഞപ്പോൾ പരാതി എഴുതി വാങ്ങാൻ തന്നെ പോലീസ് ഓഫീസർ ഉത്തരവിട്ടു. യമുന പരാതിയിൽ ഒപ്പിട്ടു. അപ്പോഴേക്കും വക്കീൽ വന്ന് വിനീതിനെ പുറത്താക്കി. പരാതി കൊടുക്കേണ്ടായിരുന്നു എന്ന് വിനീതു വീണ്ടും പറഞ്ഞപ്പോൾ കാവേരി അവനെ തടഞ്ഞു. പിന്നീട് വിശാൽ ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനെ കാണാൻ വന്നതാണോ എന്ന് വിശാല ചോദിച്ചപ്പോൾ അവരകത്തേക്ക് കയറി. ജയബാലൻ അവിടെ ഫോണിൽ വീഡിയോ കണ്ടിങ്ങനെ ചിരിക്കുകയായിരുന്നു. പോലീസിനെ കണ്ടപ്പോൾ കാവേരിക്കെതിരെ ഒരു പരാതി കൂടി കൊടുക്കണമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ പോലീസ് ജയബാലൻ്റെ മുന്നിൽ യമുന നൽകിയ പരാതിയുടെ കോപ്പി അങ്ങ് വെച്ചു കൊടുത്തു. അത് വായിച്ച ജയബാലനും പ്രവീണയും വിശാലുമൊക്കെ ആകങ്ങനെ ഞെട്ടി ഭയന്നുപോയി. ശരിക്കും അവർ പരാതി നൽകിയോ എന്ന് ജയബാലൻ വിശ്വസിക്കാനാവാതെ തന്നെ ചോദിച്ചു. ആ പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി തരുമ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റില്ല എന്നും അവളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും ഓഫീസർ പറഞ്ഞു. വക്കീലിനെ കാണാൻ ജയബാലൻ ഒരുങ്ങിയപ്പോൾ വക്കീലിനെ വെച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മകനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു. ജയബാലൻ തടയാൻ നോക്കിയെങ്കിലും വിശാലിനെ പോലീസ് പിടിച്ചോണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോയി. വിശാലിനെ പോലീസ് ജീപ്പിലേക്ക് ബലമായി പിടിച്ചു കയറ്റുമ്പോൾ ജയബാലൻ അവിടെ തകർന്നു നിൽക്കുകയായിരുന്നു. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തും മറികടക്കാമെന്ന അയാളുടെ അഹങ്കാരത്തിനാണ് യമുനയുടെ ഈ ഒരു ഒപ്പ് വലിയ പ്രഹരം നൽകിയത്. സ്റ്റേഷനിലേക്ക് എത്തിയ വിശാലിൻ്റെ ഗമയൊക്കെ പോലീസുകാരുടെ പെരുമാറ്റത്തിനു മുന്നിൽ അങ്ങ് അലിഞ്ഞുപോയി. വിനീതിനെ ലോക്കപ്പിലിട്ട അതേ മുറിയിലേക്ക് തന്നെ വിശാലിനെ തള്ളി ഉയർത്തുമ്പോൾ പുറത്തു വിനീതും കാവേരിയും നിവിനൊക്കെ അവനെ പുച്ഛത്തോടെ നോക്കി നിന്നു. തെറ്റ് ചെയ്തവൻ അനുഭവിക്കണമെന്ന് വിനീത് പറഞ്ഞത് വിശാലിൻ്റെ ചെവിയിൽ അങ്ങ് തുളച്ചു കയറി.
ജയബാലൻ ഉന്നതരായ വക്കീലന്മാരെ കൂട്ടിയെങ്കിലും യമുനയുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു. കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. രാത്രി ആയപ്പോൾ ആ സ്നേഹവീട്ടിൽ ഒരു വലിയ മൗനം തന്നെ പടർന്നു. പക്ഷേ ആ മൗനത്തിനിടയിലും യമുനയുടെ ഉള്ളിൽ ഒരു ആശ്വാസമുണ്ടായിരുന്നു. താൻ അനുഭവിച്ച വേദനയ്ക്ക് ഒരു ചെറിയ നീതിയെങ്കിലും കിട്ടിയല്ലോ എന്ന തോന്നൽ. ശാരദാമ്മയും രാധാമ്മയും അവളെയൊക്കെ ചേർത്ത് പിടിച്ചു. സുജാത അപ്പോഴേക്കും വിനീതനെ ഓർത്ത് വിഷമിക്കുന്നുവെങ്കിലും കാവേരിയുടെയും യമുനയുടെയും ധീരമായ നിലപാടിലാണ് തൻ്റെ മകനെ എത്തിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കിയ വിശാലിന് റിമാൻഡ് ചെയ്യപ്പെട്ടു. പണവും പദവിയും ഉണ്ടെങ്കിൽ ആരെയും ചതിക്കാമെന്ന വിശാലിൻ്റെ ധാരണ അവിടെ തകർന്നു. ജയബാലൻ നാണം കെട്ട് തല കുനിച്ചു നിൽക്കുമ്പോൾ കാവേരി അയാളുടെ അടുത്തേക്ക് ചെന്നു. സ്വന്തം മകനെ വളർത്താൻ പഠിപ്പിക്കാത്ത അച്ഛൻ അന്യൻ്റെ മകനെ കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞ് അത് ഇനി നിർത്തിക്കൂടെ എന്ന അവളുടെ ചോദ്യത്തിനു മുന്നിൽ അയാൾക്ക് മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിനീത് വീട്ടിലേക്ക് എത്തിയപ്പോൾ വലിയൊരു സ്വീകരണമാണ് അവന് ലഭിച്ചത്. ഗംഗയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. നിവിൻ വിനീതിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് നമ്മൾ ഒന്നിച്ചു തേടിയ വിജയമാണ്. വിനീതും നിവിനും തമ്മിലുള്ള ആ ഒരു പിണക്കം കുറയാനും ഈ ഒരു സംഭവം കാരണമായി. എന്നാൽ ജയബാലൻ തോൽവി സമ്മതിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. വിശാലിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്നും വിനീതിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കണമെന്നും തന്നെ അയാൾ ഉള്ളിൽ ഉറപ്പിച്ചു. ജയബാലിൻ്റെ അടുത്ത നീക്കം ഇനി ശാരദാമ്മയും മക്കളെയും പെരുവഴിയിലാക്കുക എന്ന് മാത്രമായിരിക്കും. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.